എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ ദ ഹാർട്ട് സീസൺ 2യുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവൻ ഈ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഇവൻ്റെ ബ്രദറിൻ്റെ മകൻ മാത്രമാണ് ഇവന് ഒരു ആകെപ്പാടെ ആശ്വാസമായിട്ട് ഒരു ഫാമിലി മെമ്പർ എന്ന് പറയാനുള്ളത്. ബാക്കി ഇവൻ്റെ അച്ഛനും അമ്മയും ഇവൻ്റെ ബ്രദറും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ബ്രദറും ഹാർട്ട് ഫെയിലിയർ കാരണമാണ് മരിക്കുന്നത്. അവൻ്റെ ബ്രദറിൻ്റെ മകനും ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ സംഭവിച്ചിരിക്കുകയാണ്. അവനെക്കൊണ്ട് പറ്റുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അവൻ ചെയ്ത് നോക്കുന്നുണ്ട്. ലാസ്റ്റ് അവന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിലും അവന് കറക്റ്റായിട്ടുള്ള ഒരു ഹാർട്ട് ഡോണറിനെ കിട്ടുന്നില്ല. വേറെ നിവർത്തിയൊന്നുമില്ലാതെ ലാസ്റ്റ് ഓപ്ഷനായിട്ട് അവൻ ഫേസ് മേക്കർ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ കണ്ടീഷൻ ബെറ്റർ ആവുകയും അവനെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇവൻ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവന് വേണ്ട ഫുഡും എല്ലാം എടുത്ത് വെച്ച് അറേഞ്ച് ചെയ്തിട്ടാണ് ഇവൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹോസ്പിറ്റലിൽ അവൻ സർജറിക്കിടയിലും അവൻ ക്യാമറ വഴി അവൻ്റെ സഹോദരൻ്റെ മകനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ടാണ് അവൻ സർജറിക്ക് വേണ്ടിയിട്ട് പോയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവൻ ഒട്ടും വയ്യാതെ പനിച്ച് കിടക്കുന്നുണ്ട്. അവൻ വേഗം തന്നെ ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അതിനിടയിൽ ഇവന് സംഭവിച്ചതെന്തെന്ന് വെച്ചാൽ അന്ന് അവിടെ നല്ല മഴ പെയ്യാണ്. അവന് ചെടികളെന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. അവൻ വളർത്തുന്ന ചെടികളെല്ലാം മഴയത്ത് നനയുന്നത് കണ്ടിട്ട് ഇവനാണെങ്കിൽ ആ ചെടികളൊക്കെ അകത്തെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അവനും അത്യാവശ്യം മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇവന് പെട്ടെന്ന് തന്നെ വയ്യാതാവുകയാണ്. ചുമയും ശ്വാസം മുട്ടലും പനിയൊക്കെ കാരണം അവൻ വയ്യാതെ ബോധം കെട്ടാണ് ആ റൂമിൽ കിടക്കുന്നത്. അവൻ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവൻ കിടന്നുറങ്ങുന്നതാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഷീറ്റ് മൂടിക്കിടക്കാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് അവൻ്റെ ശരീരം ചൂടായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ഉടനെ തൻ്റെ ആംബുലൻസിന് വിളിക്കുന്നുണ്ട്. ആംബുലൻസ് വിളിച്ച് അവന് CPR ഒക്കെ കൊടുക്കുകയും ഓക്സിജനൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്തിട്ടും അവനെ റിക്കവറി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഇവൻ വളരെയധികം ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയില്ല. അവനൊരു ഡോക്ടറാണെങ്കിൽ പോലും ആ സമയത്ത് അവന് റിയാക്ട് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ലാസ്റ്റ് എല്ലാവരും കൂടെ ഇവനെ വേറൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ ട്രാൻസ്പോർട്ടിൻ്റെ തയ്യാറെടുപ്പുകൾ എടുക്കുന്ന സമയത്ത് ഇവൻ്റെ കണ്ടീഷൻ വളരെ മോശമാവുകയും ഇവന് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുകയാണ്. ഡോക്ടർ കൺഫേം ചെയ്യുന്നുണ്ട് അവന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇവന് ആ ഒരു റിയാലിറ്റി അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ ബാക്കിയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ വഴക്ക് കൂടുന്നുണ്ട്. അവന് എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൂടുന്നുണ്ട്. പക്ഷേ അവന് റിസൾട്ടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് അവനത് വിശ്വസിക്കുകയല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ ആ ഒരു ഷോക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൻ ആകെപ്പാടെ ഉള്ള ഒരു റിലേറ്റീവ് എന്ന് പറയുന്നത് ഇവനാണ്. ഇപ്പോൾ അവന് മരിച്ചു പോയി, ഇവൻ ഒറ്റയ്ക്കായിരിക്കുകയാണ്. ആ ഒരു റിയാലിറ്റി ഇവൻ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവൻ തലയിറങ്ങി വീഴുന്നുണ്ട്. തലയിറങ്ങി വീഴുന്ന സമയത്തും അവൻ സ്വപ്നം കാണാണ് അവൻ്റെ ബ്രദർ അവിടെ വരികയും അവൻ്റെ ബ്രദറിൻ്റെ മകനെ അവൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ്. ഇവനാണെങ്കിൽ അവൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ തന്ന വാക്കൊന്നും എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ മോനെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് കരയാണ് ഉറക്കത്തിൽ തന്നെ. അപ്പോഴവൻ്റെ ബ്രദറും പറയുന്നുണ്ട്, നീ അവനെ നന്നായിട്ട് തന്നെ നോക്കി, നിന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം നീ ചെയ്തു. അതുകൊണ്ട് തന്നെ നീ ഒട്ടും വിഷമിക്കേണ്ട. ഇനി മുതൽ അവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അവൻ ആ സ്വപ്നത്തിൽ നിന്നും എണീച്ചിട്ട് പതുക്കെ ആ റിയാലിറ്റി അവൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.